നമസ്തേ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ചിട്ട് ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ടൈമിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നുള്ളത്. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ആ കാർഡ് എടുക്കത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാർഡ്സ് ഒരുമിച്ച് വന്നു. 9 ഓഫ് സോർഡ്സ്, 3 ഓഫ് വാൻഡ്സ്. സയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആൻഡ് the wheel of fortune, the queen of swords, and then here is the king of pentacles, bottom of the deck, 3 of swords. ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആണ്, വളരെയധികം ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്, എന്തെങ്കിലും സൈക്കിക് അറ്റാക്സിലായിരിക്കാം മേ ബി ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസ് ആയിരിക്കാം, നിങ്ങളെന്തെങ്കിലും സൈക്കിക് അറ്റാക്സിലായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലായിരിക്കാം, ആൻസൈറ്റിയിലായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ മൈൻഡ് അങ്ങ് വല്ലാണ്ട് ഡൗൺ ആവുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് സംഭവം, എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഡൗൺ ആവുന്നതെന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ബിക്കോസ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഓക്കെ ആയിരിക്കാം, ഫൈൻ ആയിരിക്കാം, പക്ഷെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ മൈൻഡ് അങ്ങ് ഡൗൺ ആവുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്താണ് റീസൺ നിങ്ങൾ ഡൗൺ ആവുന്നതെന്നുള്ളത്. ഓക്കെ, ഈ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു ടൈമിൽ വീഡിയോ കാണുന്ന ഈ ഒരു ടൈമിൽ ഉള്ളത്. എല്ലാവരുടെയും സിറ്റുവേഷൻസ് അല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേരുടെ സിറ്റുവേഷൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലാവണം എന്നില്ല. ചില വ്യക്തികൾ വളരെ റൂഡായിട്ടുള്ളൊരു എനർജിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഡാവുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ റിലേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തു, നിങ്ങൾ കുറേ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളിതിൽ കൂടുതലായിട്ടും നിങ്ങൾ ടയേർഡാണ് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്ത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഈഗോയാണ്, ആറ്റിറ്റ്യൂഡാണ്, ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിലെ സ്പെസിഫിക് പേഴ്സൺ ആവാം. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വിഡോയാണ്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ് ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഫാമിലി പേഴ്സണാണ്, ആ ഒരു ഫാമിലി പേഴ്സണുമായിട്ട് നിങ്ങൾ റിലേഷനിലായിരിക്കാം. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. എന്തായാലും നിങ്ങളിപ്പം ഈ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിക്ക് ഞാൻ എടുത്തത്, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാനല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പോയാൽ പോരാ, ഇനി മുന്നോട്ടേക്ക് നന്നായിട്ട് റിലേഷൻ പോകണം, ഇങ്ങനെ പോകാനാണ് ഈ റിലേഷനിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുവാണെങ്കിൽ ആൾ നല്ല രീതിക്ക് ഹേർട്ടാണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഹേർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓഫ് സോഴ്സിൻ്റെ എനർജീസ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഹേർട്ടിനെയാണ് കാണിക്കുന്നുള്ളത്. ശരിക്കും ആ ഒരു കാർഡിനെ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് നല്ലൊരു ഇതില്ല. ലൈക്ക് എനിക്ക് ആ ഒരു കാർഡ് ഇഷ്ടമല്ല പേഴ്സണലി. അത്രയ്ക്കും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പം നമ്മുടെ ഹേർട്ടിൽ 3 വാൾ കുത്തി ഇറക്കുമ്പോൾ എത്ര പെയിനായിരിക്കും, അത്രയും പെയിനാണ് ഈ ഒരു വ്യക്തി ക്യാരി ചെയ്തുകൊണ്ട് ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസ് ഓക്കെ, ഇവർക്ക് ഈഗോ ഉണ്ടാവും, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ആരഗൻസ് ആയിരിക്കും, വളരെ എന്താ പ്രൈഡായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുള്ളൊരു എനർജീസ്, അത് എന്തുകൊണ്ട് ആ ഒരു എനർജിയിലേക്ക് അവരായി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ ഒരു ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അതുമാത്രമല്ല നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, ലോങ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ ആ ഒരു ഇഷ്യൂസും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്ലോക്ക് ചെയ്താൽ തീർന്നു. പിന്നെ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കൊടുക്കാനായിട്ടോ അത് ഇങ്ങനെയാണ് സംഭവം, അത് അങ്ങനെയാണ് സംഭവം, നിങ്ങൾക്ക് അവരെ ഒന്ന് കാണണം തോന്നുമ്പോൾ കാണാനായിട്ടോ ഒന്നും പറ്റുന്നുണ്ടാവില്ല.
അപ്പം ഈ ഒരു എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഈ ഒരു ക്യൂൻ ഓഫ് സോഴ്സ് അല്ലേ, അതിപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഡസൻറ്റ് മാറ്റർ. ഓക്കെ, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മാറ്റർ അല്ല. കാരണം കാർഡ്സ് ഒരിക്കലും ഫെമിനൻ എനർജി, മസ്കുലൻ എനർജി മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ജെൻഡർ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ റൂഡായിട്ടാണ്. കാരണം നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്. നിങ്ങളെ കുറ്റം പറയാനായിട്ട് പറ്റില്ല നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. ഈ ഒരു വ്യക്തിയും ചിന്തിക്കുകയാണ്, ഇതെൻ്റെ വളരെയധികം മോശപ്പെട്ടിട്ടുള്ളൊരു സമയമാണ്, റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും മോശപ്പെട്ടിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം പ്രോബ്ലംസ് ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഈ റിലേഷൻഷിപ്പിന് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് മെയിൻ റീസൺ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മോശമായതുകൊണ്ട് ആൾ തന്നെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ സമയം മോശമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് സെപ്പറേറ്റ് ആയി ലോങ് ഡിസ്റ്റൻസിൽ പോകേണ്ടതായിട്ട് വന്നതും. അല്ലെങ്കിൽ ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഒരു ഒരുമിച്ച് ജോലി ചെയ്തവരൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു ഇവർ ജോലി ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ വന്നതായിരിക്കാം, ട്രാൻസ്ഫറായി പോയിട്ടുണ്ടാവാം, എന്താണോ സംതിങ് റിലേറ്റഡ് ടു ട്രാവലിംഗ് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് ആയി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? വൈ ഹിയർ ഈസ് 3 of Wands. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ 3 of Wands. പ്ലീസ് ക്ലാരിഫൈ 3 of Wands. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരുടെ മനസ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എത്രയൊക്കെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഇവരുടെ മാരീഡാണ്, നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇവർക്ക് മാരേജ് ചെയ്തു, ഇവർക്ക് വൈഫ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുകയാണ്. അതിന് റീസൺ എന്താ? നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ അത്രയും വരുന്നുണ്ടാവില്ല, ആർക്കും പകരമല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ആരുമില്ല നിങ്ങളെപ്പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കോംപ്രമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് റിലേഷൻ. നിങ്ങൾ ടിൻ ഫ്ലെയിം ആയിരിക്കാം ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള 2 വ്യക്തികളാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്, സെയിം സോളാണ്, ഒറ്റ സോളാണ്. പാതി സോളല്ല, ഒറ്റ സോളാണ്. ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. പാതി സോളാണ് നമ്മുടെ ടിൻ ഫ്ലെയിം എന്നുള്ളത്, ഒറ്റ സോളാണ് നിങ്ങൾ. അപ്പം ആ ഒരു ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, എത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ എപ്പോഴും കോംപ്രമൈസിന് റെഡിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കൊണ്ടായിരിക്കാം ഡിവൈൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവാം, നിങ്ങൾ ഒരിക്കലും സെപ്പറേറ്റ് ആയി പോവരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സോൾ എപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. സെയിം ഗൈഡൻസ് ആണ് ഈ ഒരു വ്യക്തിക്കും കിട്ടുന്നത്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി വീണ്ടും വരുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവുന്നുണ്ടോ? അത് ആ ഒരു സെയിം സോൾ, അത് ആളുടെ ആ ഒരു സോളും ആഗ്രഹിക്കുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ. അതുകൊണ്ടാണ് അത് ആൾക്കുള്ള ഈഗോ കൊണ്ട് അത് സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷെ ശരിക്കും ഇവിടെ കോംപ്രമൈസിൻ്റെ എനർജി വന്നിട്ടുള്ളത് ആ ഒരു സോളിൻ്റെ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സോൾ ആഗ്രഹിക്കുന്നുണ്ട് അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങളുടെ സോളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇവർ നിങ്ങൾ ടിൻ ഫ്ലെയിംസ് ആയതുകൊണ്ട് നിങ്ങളുടെ സോള് ഒരിക്കലും അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു സോളിനെ അതിൻ്റെ പാർട്ട്ണറെ വിട്ട് കളയാനായിട്ട് അതിന് ആഗ്രഹമില്ല. ഓക്കെ, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളല്ല നടക്കുന്നുള്ളത്. സോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരു റിലേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രോളിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പം നോർമൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മൾ മാരീഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാളോട് അറ്റാച്ച്മെൻറ്റ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിലായിരിക്കും തോന്നുന്നത്. ഇപ്പം നമുക്കിപ്പം ഒന്നും ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കഴിഞ്ഞ് വലുത് ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും പലർക്കും. ഇത് പലർക്കും എന്നല്ല, അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ ആവുന്ന ഇതൊരു വ്യക്തിയായിട്ട് എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ അതുപോലെ തന്നെ അതിലും ഇരട്ടി പാഷനോട് കൂടിയാണ് ഈ ടിൻ ഫ്ലെയിംസിനുള്ള, നിങ്ങൾ ടിൻ ഫ്ലെയിംസ് ജേർണിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിലാണ്. അത്രയും ജന്മങ്ങളെടുത്ത് കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു സോളിനെ ആദ്യമായിട്ട് ഈ ഒരു ലൈഫ് ടൈമിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിനെ വിട്ട് കളയാനുള്ളൊരു മനസ്സ് അതിനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ലെവലിൽ ഇത്രയൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിലും സോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഫൊർഗീവ് ചെയ്യൂ, ആ ഒരു വ്യക്തിയായിട്ട് വീണ്ടും കോംപ്രമൈസിലേക്ക് വരൂ, വീണ്ടും ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആകുമെന്ന് സോൾ പറയുന്നതിന് ഒരു മെയിൻ റീസൺ ആ ഒരു സോളിന്
നമ്മൾ സോളുകൾക്ക് തമ്മിൽ പരസ്പരം അറിയാം എന്താണ് മുന്നോട്ട് നടക്കാൻ പോകുന്നത്, എന്ത് കാര്യമാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ കുറേ ജന്മങ്ങൾ ഒരുമിച്ചെടുത്ത് വന്നു കഴിയുമ്പോൾ ഇവർക്കത് പിരിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലവും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഓക്കെ, മനുഷ്യൻ നമ്മൾ ഫിസിക്കൽ ലെവലിലാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത്. നമുക്കത് പ്രകടമായിട്ട് തന്നെ വേണം. പക്ഷേ സോളിൻ്റെ ആ ഒരു ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺകണ്ടീഷണലാണ്. കണ്ടീഷണൽ മീൻസ് അതിൻ്റെ ആയിട്ടുള്ള ഒരു സോളിനെ സ്നേഹിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുന്നതിലും 100 ഇരട്ടി അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അതിൻ്റെ പാർട്ട്ണറായിട്ടുള്ള സെയിം സോളിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു അഭാവം നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ റിയലൈസേഷൻ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്ര കാലം നിന്നത്, നിങ്ങൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ആ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ള റീസൺ എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ടയേർഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഫോർട്ട് എടുക്കാത്തത് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ നേരത്തെ ഈ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവരത്ര വലിയ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആണ് എന്നുള്ളൊരു കാര്യം അംഗീകരിക്കാതിരിക്കാനുള്ള വേറെ ഓപ്ഷൻസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് ഒടുവിലും ഇവർ നിങ്ങളുമായിട്ട് വീണ്ടും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതൊരു ആക്ഷനായിട്ട് വന്നില്ലെങ്കിൽ പോലും മസ്റ്റായിട്ടും ആക്ഷനായിട്ട് ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും ഇത് ആക്ഷനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ സ്പിരിച്വൽ കണക്ഷനിൽ സംഭവിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നു. വീൽ ഓഫ് ഫോർച്യൂൺ എന്താണ്? ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓരോ ആത്മാവിനൊക്കെ എപ്പോഴും ഓരോ ജന്മങ്ങൾ എടുക്കുന്നത് നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുന്നത് പോലെയാണ്. അവർക്ക് രൂപങ്ങൾ മാത്രം വേറെ വരുന്നെന്ന് പറഞ്ഞാലും സോള് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്നേഹം, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ അതെല്ലാം സെയിമാണ്. സോൾ ലെവൽ ലെസന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ബർത്ത് ഭൂമിയിൽ എടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ സോളിനെല്ലാം അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നോവോക്സും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾക്ക് ആ ഒരു സോൾ ലെവലിലുള്ള ആ ഒരു എനർജി നമുക്ക് ഫിസിക്കൽ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്താ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആവില്ല. ഓക്കെ, സ്പിരിച്വൽ ജേണിയിലും ആവില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വേർഡ് അറിയില്ല, എന്താ ട്വിൻ ഫ്ലെയിം എന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോയി നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആകാൻ നിൽക്കേണ്ട. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ എങ്ങനെയും ഏതെങ്കിലും വഴിക്ക് നിങ്ങളത് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരു കമൻറ്റ് വന്നു, അതിനുള്ള ആൻസറും കൂടിയാണ് എന്താണ് ട്വിൻ ഫ്ലെയിം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആവില്ല. അപ്പം അങ്ങനെ ആ ഫോൾസ് ട്വിൻ ഫ്ലെയിംസും ഉണ്ടാവാറുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ട്വിൻ ഫ്ലെയിം എന്ന് കേട്ട് ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ആ ഒരു എനർജി. പക്ഷേ നിങ്ങൾക്ക് നോക്കിക്കോ, മുന്നോട്ടുള്ള ടൈമിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇവിടെ റീയൂണിയൻ ഉണ്ടാവും. റീയൂണിയൻ എപ്പോൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ ടൈമിങ്ങിൽ. ഇവിടെ ഡിവൈൻ ടൈമിങ് പറയുന്നുണ്ട്. ഡിവൈൻ ആഗ്രഹിക്കുന്ന രീതിക്കാണ് ഈ ഒരു കണക്ഷൻ പോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ റീകണക്റ്റ് ആകും ഈ ഒരു വ്യക്തിയായിട്ട്. കാരണം ഇവർക്കും നിങ്ങളില്ലാത്തൊരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ വർത്ത് എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു അവേക്കനിങ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ശരിക്കും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർ പറയുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നല്ല രീതിക്ക് ഒരു ഒറ്റപ്പെടലുകളുണ്ട്. നന്നായിട്ട് നമുക്കത് അറിയാനും പറ്റുന്നുണ്ട് ഒരു എനർജി. ഇവർക്കൊരു ഫീലിങ്സ് എന്തെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിലുണ്ടെങ്കിലും സംതിങ് മിസ്സിങ് ആണ്, അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു പാർട്ട് മിസ്സാണ് എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു, താങ്ക് യു.